ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ചൈനീസ് ഡിഷ് ഉണ്ടാക്കാം. ഞാൻ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്കൊന്ന് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കിയാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ ചിക്കൻ്റെ ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു 200 ഗ്രാം ബോൺലെസ് പീസാണ് ഉള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ സോയ് സോസ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിളും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 1 കഷ്ണം ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ് എന്നീ വെജിറ്റബിൾസാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഇതുപോലെ ഒരു ക്യാരറ്റ് എടുത്ത് ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കുക. മൊത്തത്തിൽ ചുറ്റും ക്യാരറ്റിന് ചുറ്റും ഇതുപോലെ വര വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പീലർ എടുത്ത് അതിൽ ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ തിന്നായിട്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് നൂഡിൽസിന് വേണ്ടിയിട്ട് ക്യാരറ്റ് കട്ട് ചെയ്യുന്നത്. സാധാരണ കട്ട് ചെയ്യുമ്പോഴേയും കട്ട് ചെയ്തെടുക്കാം, പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല തിന്നായിട്ട് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്തിട്ട് അവസാനം ഒരു ചെറിയ കഷ്ണം ബാക്കി വരുന്നുണ്ടല്ലോ, അത് നമുക്ക് കത്തി ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ ചെറിയ ഭാഗം കത്തിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടിപ്പോൾ വളരെ തിന്നായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ക്യാപ്സിക്കും ക്യാബേജും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം 3 കളർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കാണാൻ ഭംഗിയായിരിക്കും. എൻ്റെ അടുത്ത് 2 കളറേ ഉണ്ടായിരുന്നുള്ളൂ, ഗ്രീനും യെല്ലോവും. നിങ്ങളുടെ അടുത്ത് റെഡും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടെടുക്കാം. ഈ യെല്ലോ കളർ ക്യാപ്സിക്കം ചെറുതാണ്, അതുകൊണ്ട് ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ടാക്കി റെഡിയാക്കി വെക്കണം. പിന്നെ വെജിറ്റബിൾസ് ഒരുപാട് വേവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിവിടെ 1 പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നൂഡിൽസ് ഒരുപാട് വെന്ത് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ നൂഡിൽസ് ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഒരുപാട് വെന്ത് കുഴയാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കടായി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് കുരുമുളകും പിന്നെ ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ കടായിൽ തന്നെ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഈ സമയത്ത് ഇതിലേക്ക് സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് പാർട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. സവാള ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമില്ല, പക്ഷേ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് അണിയൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള ഇട്ടെടുത്തേ ഉള്ളൂ. സവാള നന്നായി വഴറ്റി കൊടുക്കാം. ഒരുപാട് കളർ മാറേണ്ടൊന്നും ആവശ്യമില്ല. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഒരു 2 മിനിറ്റ് മാത്രം സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ നേരത്തെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പിന്നെ ഒരുപാട് കുക്കാവണമെന്നുമില്ല. ഇനി ക്യാബേജും കൂടി നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റാണ് ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ് സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിക്കാം. സോയ് സോസ് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ സമയത്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എഗ്ഗും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സ്റ്റീലിൻ്റെ സ്പാച്ചിൽ ഉപയോഗിച്ചുകൊണ്ട് മിക്സ് ചെയ്യാതിരിക്കാം. അങ്ങനെ ചെയ്താൽ നൂഡിൽസ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തും എടുക്കാം. അപ്പോൾ നന്നായി മിക്സായി കിട്ടും. ഇതുപോലൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ താഴെ പോവാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്താൽ എല്ലാം കൂടി നന്നായി മിക്സായി കിട്ടും. പിന്നെ സ്പ്രിംഗ് അണിയൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ടെടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടെടുത്തിട്ടില്ല. അങ്ങനെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.